ഉടമയാക്കും. അൽ മൗഖൂഫു അലൈഹി, ആരുടെ മേലാണോ വഖഫ് ആയത്, വഖഫ് ചെയ്യപ്പെട്ടത്. ഞാൻ എൻ്റെ അടിമയെ നിങ്ങളുടെ മേലെ വഖഫാക്കി, അല്ലെങ്കിൽ എൻ്റെ പറമ്പിനെ നിങ്ങൾക്ക് വഖഫാക്കി. നിങ്ങൾക്ക് ഈ പറമ്പ് മിൽക്കാവില്ല, ആ പറമ്പിന്റെ വരുമാനം നിങ്ങൾക്ക് എടുക്കാം. അതാ ഉല്ലത്വവും, അതിന്റെ വരുമാനവും വമൻഫഅത്തുഹു, അതിന്റെ പ്രയോജനവും. പ്രയോജനം എന്ന് പറഞ്ഞാൽ കൃഷിയൊക്കെ ചെയ്തിട്ടെടുത്തു. ഈ കൃഷി ഉള്ളതാണെങ്കിൽ ആ കൃഷിയുടെ വരുമാനം എടുത്തു, നല്ലതാണ്. അല്ലാതെ ആ തടിയൊന്നും ചെയ്യാൻ പറ്റില്ല. ഞാനൊരു പ്ലാവാണ് നിങ്ങൾക്ക് വഖഫാക്കിയെങ്കിൽ ആ പ്ലാവ് നിങ്ങൾക്ക് മുറിച്ചെടുത്തോളാൻ പറ്റില്ല. പ്ലാവിന്റെ വരുമാനം എടുക്കാം. പറമ്പ് വഖഫാക്കിയെങ്കിൽ അവിടെ പറമ്പ്, ആ പറമ്പിൽ നിങ്ങൾക്ക് ഇതൊക്കെ എടുത്തോ, പക്ഷെ നിങ്ങളുടെ പേരിലാക്കാൻ പറ്റില്ല. കെട്ടിടമൊക്കെ എടുത്തോ, കുഴപ്പമില്ല, അവിടെ താമസിച്ചോ, മരിക്കുന്നേരം താമസിക്കാമല്ലോ. കഴിഞ്ഞ നീ കെട്ടിടം അവിടെ ഉണ്ടാക്കിയിട്ട് വേണമെങ്കിൽ എന്ത് ചെയ്യാം, അത് വാടകയ്ക്ക് കൊടുത്ത് വരുമാനം ഉണ്ടാക്കാമല്ലോ. അങ്ങനെ ചെയ്തു. ഇതെല്ലാം ഇതിൽപ്പെടും. യംലിക്കുൽ മൗഖൂഫു അലൈഹി, മൗഖൂഫു അലൈഹി ഉടമയാക്കും, ഉല്ലത്തഹു, അതിന്റെ വരുമാനത്തിനെയും അതിന്റെ പ്രയോജനത്തിനെയും. ഇല്ലൽ വത്വഅ ഇൻകാന ജാരിയത്ത്. അപ്പൊ ഞാൻ എന്റെ ഒരു അടിമപ്പെണ്ണിനെ മഖ്സൂദിന്റെ മേൽ വഖഫാക്കി. എന്നാ മഖ്സൂദിന് ആ അടിമപ്പെണ്ണുമായി കൊണ്ട് ശാരീരിക ബന്ധം പറ്റില്ല. അടിമപ്പെണ്ണിനെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കുകയും ചെയ്യാം. മനസ്സിലായി? ഇല്ലൽ വത്വ എപ്പോഴും വയൻദുറു ഫീഹി മൻ ശറത്തൽ വാഖിഫു. വഖഫ് സ്വത്തിന്റെ മേൽനോട്ടം ആര് വഹിക്കണമെന്നതാണ്. ഞാൻ എന്റെ പറമ്പിനെ പള്ളിക്ക് വഖഫാക്കി, ആ പള്ളിയുടെ പറമ്പിന്റെ മേൽനോട്ടം മുഴുക്കുകയും ഞാനായിരിക്കും. ആയിക്കോട്ടെ, കണ്ടാ. വയൻദുറു ഫീഹി, ആ വഖഫ് സ്വത്തിൽ നോക്കണം എന്ന് പറഞ്ഞാൽ അതിന്റെ പരിപാലനം നടത്തണം. അതാണ് നദറയ്ക്ക് നോക്കാന്ന് മാനയല്ല, നോക്കിക്കൊണ്ടിരുന്ന കാര്യം. അപ്പൊ നദറയ്ക്ക് പരിപാലനം നടത്തുന്ന മാന അവിടെ സാഹചര്യത്തിന്റെ മാന അവിടെ വെക്കാൻ പറ്റുള്ളൂ, അല്ലാതെ അതിന്റെ ലഹവിയായ അർത്ഥം വെക്കാൻ പറ്റില്ല. എന്നൂറു മനസ്സിലായില്ല. അപ്പൊ എന്നൂറു അതിന്റെ പരിപാലനങ്ങൾ നോക്കണം. ഫിയ വഖഫ് സ്വത്തിലുള്ള മൻ, ആര് അതിന്റെ പരിപാലനം നടത്തണം? ചില ആൾക്കാർ. ഷറത്ത, നിബന്ധനയാക്കിയാൽ വാഖഫ്. ഞാൻ പറമ്പ് വഖഫാക്കിയപ്പോ ഞാൻ നിബന്ധനയാക്കി, ഞാൻ തന്നെ അതിന്റെ മേൽനോട്ടം വഹിച്ചുകൊള്ളു, വരുമാനമൊക്കെ നിങ്ങൾക്ക് വരും. തിരിഞ്ഞ നിങ്ങളുടെ അടുത്ത് വരുമാനം തന്നാലും നിങ്ങൾ ചിലപ്പോ അത് പാഴാക്കി കളഞ്ഞാലോ. അപ്പോൾ ഞാൻ തന്നെ നേരാം. ബിനഫ്സിഹി, ഇമ്മാ ബിനഫ്സിഹി, ഒന്നെങ്കിൽ അവൻ തന്നെ ഏറ്റെടുത്തു അതിന്റെ പരിപാലനം, അല്ലെങ്കിൽ അവൻ വഖഫ് അലൈഹി, അല്ലെ ആരുടെ മേലാണ് വഖഫാക്കി നിങ്ങൾ തന്നെ ഇത് പരിപാലിച്ച് നോക്കിക്കൊള്ളണം എന്ന് നിബന്ധനയാക്കി. ആയിക്കോട്ടെ. അവ വൈരിയുമ, അല്ലെങ്കിൽ വേറെ മൂന്നാമതൊരാളെ ഏൽപ്പിച്ചു. ഞാൻ ഈ പള്ളിയുടെ എന്റെ വസ്തു പള്ളിക്ക് പറമ്പിന്, ഞാൻ പറമ്പിന്റെ പള്ളിക്ക് വഖഫാക്കി, അതിന്റെ വരുമാനമൊക്കെ നീ എടുത്ത് നോക്കി കണ്ടൊക്കെ എടുത്ത് കൊടുക്കണം, നിനക്കതിന് ഞാൻ പൈസ തരാം എന്ന് എന്ത് ചെയ്തു? വാഖിബും മറ്റു മൂന്നാമതൊരാളെ ചെറുത്താക്കാൻ അയാൾ മതിയോ? വാഖിബ് ആരെയാണ് ചെറുത്താക്കുന്നത്? അയാൾ തന്നെ. ഒന്നെങ്കിൽ അയാൾ തന്നെ ആയിരിക്കും, അയാൾക്ക് തന്നെ എന്ത് ചെയ്യാം, മേൽനോട്ടം വഹിക്കുന്നതിന് കുഴപ്പമുണ്ടോ? ഞാൻ വഖഫാക്കി അതിന്റെ മേൽനോട്ടം ഞാൻ വഹിക്കുന്നു. അങ്ങനെ കല്ലുമ്പുറത്തെ ഉസ്താദ് അങ്ങനെ തന്നെ ചെയ്ത. കല്ലുമ്പുറത്തെ പള്ളി അങ്ങനെ വഖഫാക്കിയിട്ട് മുമ്പ് ഞാൻ തന്നെ അതിന്റെ മേൽനോട്ടം നോക്കുന്നുണ്ട്. പിന്നെ വാഖിബിന് തന്നെ എന്ത് ചെയ്യാം, അതിന്റെ മേൽനോട്ടങ്ങൾ നോക്കാം, അല്ലെങ്കിൽ മറ്റൊരാളെ ഏൽപ്പിക്കാം, അല്ലെങ്കിൽ മൗഖൂഫ് അലൈഹി ഏൽപ്പിക്കാം. എല്ലാം വിസ്തരിച്ച് അപ്പൊ ആരെ നിബന്ധനയാക്കിയില്ല എങ്കിൽ അവിടുത്തെ ഭരണാധികാരിയാണ് അതിന്റെ മേൽനോട്ടം വഹിക്കേണ്ടത്. അവിടെ കമ്മിറ്റിക്കാരൊക്കെ, കമ്മിറ്റി നമ്മളെ പള്ളിയൊക്കെ പിന്നെ പറമ്പൊക്കെ വഖഫാക്കും, അങ്ങനെ
വേറെ നിബന്ധനയാക്കിയിട്ടില്ലെങ്കിൽ അവർ കേട്ടോ, അവർക്ക് വിട്ടുപിറ്റടിക്കാന്ന് പറ്റില്ല. അത് അള്ളാന്റെ മിൽക്കാണ്, അവർക്ക് മിൽക്കായതല്ല. ഇപ്പൊ തുസ്റബുൽ ഖുല്ലത്തു വരുമാനത്തിന് തിരിക്കപ്പെടും അലാമ ഷറത്ത വാക്കിബ് ഷറത്താക്കി ഒന്നിന്റെ മേൽ അലാമ ഷറത്ത കഴിഞ്ഞ. പിന്നെ മിനൽ മുഫാദലത്തി വത്തഖ്ദീമി വൽ ജമ്മി വത്തർത്തീബി ഏറ്റ വ്യത്യാസത്തിനാലും ഞാൻ എന്റെ മുതലിനെ വഖഫാക്കി സെയ്ദിന്റെ പിള്ളേരുടെ മേൽ, അതിൽ നിന്നും ആലിമീങ്ങൾക്ക് മാസത്തിൽ 2000 രൂപ, നാടന്മാർക്ക് 1000 രൂപ. അപ്പോൾ ഏറ്റവും വ്യത്യാസമായി. മനസ്സിലായില്ല? മിനൽ മുഫാദലത്തി ആണ് ഏറ്റവും വ്യത്യാസം. ആരും നിബന്ധനയാക്കിയതാണ്, വാക്ക് നിബന്ധനയാക്കിയതാ. ഞാനിവിടെയുള്ള ഈ മഹല്ലത്തിൽ ആൾക്കാർക്ക് എന്റെ പറമ്പിന്റെ വരുമാനം വഖഫാക്കി ആ മഹല്ലത്തിൽ നിന്നും മുത്തഅല്ലിമീങ്ങൾക്ക് ഇത്ര, സ്കൂളിൽ പഠിക്കുന്നവർക്ക് ഇത്ര, മുത്തഅല്ലിമീങ്ങൾക്ക് 1000, സ്കൂളിൽ പഠിക്കുന്നവർക്ക് 200 ആയിക്കോട്ടെ. മുഫാദലത്ത് പറ്റും, അതിന് കുഴപ്പമൊന്നുമില്ല. തിരിഞ്ഞ അല്ലെ സെയ്ദിന്റെ മക്കളുടെ മേൽ ഞാൻ വഖഫാക്കി, ആ മക്കളിൽ നിന്നും നടന്മാരുണ്ട്, എഞ്ചിനീയർമാരുണ്ട്, ആരെല്ലാം ഉണ്ടോ അവർക്ക് ഏറ്റവും വ്യത്യാസമായിട്ട് കൊടുക്കാൻ ഞാൻ വഖഫാക്കിയാൽ അങ്ങനെ ചെയ്യാം. അതാണ് തന്നെ വത്തഖ്ദീമി, ഇന്ന ആളിൽ ആദ്യം കൊടുക്കണം, ഇന്ന ആളിന് പിന്നെ കൊടുക്കണം, അങ്ങനെ പറയാം. വൽ ജംഇ എല്ലാവർക്കും കൂടി കൊടുക്കണം, അങ്ങനെ പറയാം. വത്തർത്തീബി അല്ലെങ്കിൽ ക്രമപ്രകാരം ചെയ്യണം, ഇത് കാണിക്കാം. ഇതെല്ലാം അല്ല. അപ്പം ജമ്മിന്റെ വഖഫ്തു അല ഔലാദി 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 എന്ന് പറഞ്ഞാല് ഞാൻ എന്റെ ഈ മുതലിനെ വഖഫാക്കി എന്റെ മക്കളുടെ മേലും മക്കളുടെ മക്കളുടെ മേലും ആയിക്കോട്ടെ, എല്ലാവർക്കും അതിന്റെ വരുമാനം എടുക്കും. അങ്ങനെ വഖഫാക്കി കിടന്നാൽ അങ്ങനെ കിടക്കും, പിന്നെ ആരും ഓരിക്കൊണ്ട് പോത്തില്ല. നമുക്ക് കബറിൽ എന്ത് ചെയ്യും? കൂലിയും കിട്ടിക്കൊണ്ടിരിക്കും. ആറ്റിങ്ങ താമസിച്ചാൽ പോരെ, മക്കൾ തമ്മിൽ അടിയാവുന്നു ഇല്ലേ? അടിയാക്കാതാക്കണം, മക്കളെ ആനിമീങ്ങളാക്കി വേണം, പിന്നെ അവരെ പണിയാവും. നമ്മൾക്ക് അവര് കിടക്കുമ്പോൾ നമ്മളെ മുതൽ വഖഫ് നമുക്ക് കൂലി കിട്ടണം, അങ്ങനെ ചെയ്യണം. ഞാൻ ഇതിന്റെ അങ്ങനെ വഖഫാക്കിയതാ ഞാൻ ബാപ്പുസ്ഥാന്റെ വീടൊക്കെ. നമ്മളെ തിരുവരങ്ങാട് ബാപ്പുസ്ഥാന്റെ വീട് അവരുടെ പിതാക്കൾ വഖഫാക്കിയ അങ്ങനെ പാരമ്പര്യമായിട്ട് ഞാൻ നിൽക്കുന്ന അടിച്ചുപൊളിയാണ്. നീ വരുന്നവർ ചെയ്യാൻ കേട്ടു വഖഫല്ലേ നമുക്ക് നിൽക്കട്ടെ, അങ്ങനെ ബാപ്പുസ്ഥാനോട് പറഞ്ഞു വരുന്നവർ ശരിയാണ്. അള്ളാഹു അവരെ തെരഞ്ഞെടുത്ത് കൊടുക്കണം. അങ്ങനെ പഴയ ആലിമീങ്ങളുണ്ട്, അവർക്കുള്ള വീടുകൾ അവരുടെ മക്കളുടെ മേലും മക്കളുടെ മേലും എല്ലാം എന്ത് ചെയ്യും? വഖഫാക്കും. അപ്പൊ എല്ലാവർക്കും അവിടെ താമസിക്കാം, ഒന്നൊന്നിനേക്കാൾ ലാലാപ്പുതലും. എല്ലാവരും അവിടെ താമസിച്ച് അടുത്ത് പ്രയോജനങ്ങളെടുത്തു. അപ്പൊ ആ സാധനം ഖിയാമത്ത് നാൾ വരെ ജാരിയായ സദഖയായിട്ട് അങ്ങനെ പോവും. മക്കളും മക്കളെ മക്കളും മക്കളെ മക്കളും മക്കളെ മക്കളും അങ്ങനെ അങ്ങ് പോവും. ആർക്കും അവിടെ താമസിക്കാം. താമസിക്കുന്നവർ ക്ലിയർ ആക്കിക്കോട്ടെ ബാക്കിയുള്ള കാര്യങ്ങൾ. അത് താമസിക്കുന്നവർ അതിന്റെ കറണ്ട് ചെലവ് കൊടുക്കേണ്ടി വരും, മോട്ടോർ ശരിയാക്കേണ്ടി വരും, അതൊക്കെ വേണം. നശിപ്പിച്ചളയരുത്. അങ്ങനെ ജമ്മും ചെയ്യാം, അല്ലെങ്കിൽ തർത്തീബ് പറ്റും. വഖഫ്തു അല ഇബ്നിയൽ കബീർ സുമ്മ ഇബ്നിയ സഗീർ സുമ്മ ബിന്ദിയൽ കബീറത്ത, അങ്ങനെയൊക്കെ പറയാം. തർത്തീബ് പറ്റും, സുമ്മായിട്ട് പറഞ്ഞിട്ട് തിരിഞ്ഞാ അങ്ങനെ തർത്തീബ് പറ്റും. ഫൈൻ വഖഫ ചെയ്യാൻ ഇനി ഒരു സാധനത്തിനെ ഒരാൾ വഖഫാക്കി ഫിദ്ദിമ്മത്തി, ദിമ്മത്തിലായിട്ട് എനിക്ക് ഇന്ന ആൾ ഇത്ര രൂപ തരാണ്ട്, അത് ഇന്ന സ്ഥലം എനിക്ക് തരാനുണ്ട്, മനസ്സിലായില്ലേ? എന്റെ അബിതുണ്ട്, ആ അബിദിന് എന്റെ ദിമ്മത്തിലുള്ള അബിതാണ്, അവനെ ഞാൻ വഖഫാക്കിയാണ്. അത് മറ്റൊരാൾ എടുത്തുകൊണ്ട് പോയിക്കാണ്, അത് നിങ്ങൾക്ക് വഖഫാക്കി എന്ന് പറഞ്ഞാലോ? ഔ ഇഹ്ദദ്ദാറൈനിയോ വേണ്ട, ഔ മത്തൂമൻ അല്ലെങ്കിൽ ആഹാര സാധനത്തിനെയോ, ഔ റൈഹാനൻ അല്ലെങ്കിൽ റൈഹാനിനെ, ചെടിയെ റൈഹാൻ ചെടി വഖഫാക്കി മണക്കാനെ, ഔ വഖഫ അല്ലെങ്കിൽ വഖഫാക്കി വലം യുഅയ്യനിൽ മസ്രിഫ, ഇന്ന സ്ഥലം എന്ന് പറഞ്ഞില്ല, എവിടത്തേക്കെന്ന് പറഞ്ഞില്ല, തിരിക്കുന്ന സ്ഥലം നിജമാക്കിയില്ല. ഔ വഖഫ അല്ലെങ്കിൽ വഖഫാക്കി അല മജ്ഹൂലിൻ, ആരുടെ മേലെങ്കിലും ഞാൻ വഖഫാക്കിയിരുന്നു, അത് ശരിയാവില്ല. ഈ പറഞ്ഞൊന്നും ശരിയാവത്തില്ല.
എന്താ ഞാൻ വഖഫാക്കി എന്റെ ദിമ്മത്തിലായ നിലയിൽ, അഥവാ ഞാൻ എന്റെ പള്ളിക്ക്, ഞങ്ങളുടെ നാട്ടിലെ പള്ളിക്ക് ഞാൻ വഖഫാക്കിയിരിക്കുന്നു എന്റെ ബാധ്യതയിലായ നിലയിൽ 10 സെന്റിനെ. 10 സെന്റ് കയ്യിലുണ്ടോ? 10 സെന്റ് കയ്യിലുണ്ടോ? ഇല്ല, ഞാൻ വഖഫാക്കാൻ പിന്നീട് വഖഫാക്കും. അതൊന്നും പറ്റില്ല. തിരിഞ്ഞോ? അത് ആദ്യം പറഞ്ഞ ദിമ്മത്ത്. അല്ലെ രണ്ടാലൊരു വീടെന്ന് പറഞ്ഞു, ഇന്ന വീടെന്ന് തൈനാക്കട്ടെ, അത് പറ്റില്ല. അല്ലെങ്കിൽ ആഹാര സാധനത്തിന് ഒരു ചെമ്പി ബിരിയാണി ഞാൻ വഖഫാക്കിയിരുന്നു. എന്ത് എന്താ? ഔ റൈഹാന്, അല്ലെങ്കിൽ റൈഹാനെ വഖഫാക്കി. ഇങ്ങോട്ട് വേണം എന്തോടാ? വലം യുഅയ്യിൻ, അവൻ നിജമാക്കിയില്ല മസ്ലിമ തിരിക്കുന്ന സ്ഥലത്തിന്. ഔ വഖഫഅല മജൂലിൻ ഔ അല നഫ്സി, അല്ലെങ്കിൽ സ്വയം സ്വന്തം നഫ്സിനെ വഖഫാക്കി, അത് പറ്റില്ല. ഔ അല മുഹറമിൻ, അല്ലെങ്കിൽ ഹറാമാക്കപ്പെട്ട ഒന്നിന്റെ മേലെ. ഇവിടെ കടയുടെ വരുമാനമുണ്ട്, ആ വരുമാനത്തിനെ ഇവിടെയുള്ള കള്ളുപിടിയന്മാർക്ക് ഞാൻ വഖഫാക്കിയത്. അവരെന്നും ആ വരുമാനം കൊണ്ട് കള്ളുപിടിച്ചോട്ടേക്കും, അത് പറ്റുമോ? ഇല്ല. ഏതുപോലെയൊക്കെ ഇമാറത്തി കനീസത്തിന്, അല്ലെങ്കിൽ ഈ പള്ളിയുടെ വരുമാനത്തിന് എന്ത് ചെയ്തോട്ടെ, അല്ല എന്റെ പറമ്പിന്റെ വരുമാനത്തിന് ഇന്ന ചർച്ചിലേക്ക് വഖഫാക്കി, അതിന്റെ വരുമാനത്തിന്, അത് പറ്റില്ല. അവലക്ക, അല്ലെങ്കിൽ അവൻ തരീഖാക്കി, ഇബ്തിദാവിന്റെ തുടക്കത്തിനെയോ വന്തികാവോ അല്ലെങ്കിൽ അതിന്റെ തുടക്കത്തിനെയോ അല്ല ഷർത്തിൻ, ഒരു നിബന്ധനയുടെ മേൽ. ഏതുപോലെയൊക്കെ കൗലി, അവൻ പറയുന്നു ഇതാ ജാ ഷഹറു, ഇന്ന മാസം വന്നാൽ ഞാൻ വഖഫാക്കി എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ ഞാൻ വഖഫാക്കി 1 കൊല്ലം വരെ എന്ന് പറഞ്ഞു. അതൊന്നും പറ്റില്ല. വഖഫ് കഴിഞ്ഞാൽ പോയി, ഇന്ന കാലം ഇനി നിശ്ചയമൊന്നുമില്ല. അല്ലെങ്കിൽ റമദാൻ വരട്ടെ ഞാൻ വഖഫാക്കാം, അത് വന്നിട്ടങ്ങ് വഖഫാക്കിയപ്പോഴേ പറയണത്. തിരിഞ്ഞ ഔ അല, അല്ല അന്ന ലീ ബൈഅഹു, അല്ല ഞാനിതിനെ വഖഫാക്കി, പക്ഷെ അതിനെ വിൽക്കേണ്ട സമയത്ത് ഞാനങ്ങ് വിൽക്കും എന്ന് പറഞ്ഞ് വഖഫാക്കിയാലെന്നും. ഔ അല മൻ ലാ യജൂസു, വേണ്ട, അല്ലെങ്കിൽ ജായിദാകാത്തവന്റെ മേൽ വഖഫാക്കി തുമ്മ അല മൻ യജൂസു, ആദ്യം അവന്റെ നഫ്സിനെ വഖഫാക്കി പിന്നെ ഫുഖറാക്കൾക്ക്, അതും പറ്റില്ല. ഈ പറഞ്ഞ സകോലത്തിലെല്ലാം ബത്വല, വഖഫ് ബാത്തിലായി എന്ന്. തിരിഞ്ഞ നിർത്താനുള്ള നിർത്തി